ഈ മലയാളികളോട് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സിനിമകൾ എടുക്കാതിരിക്കുക. ഇയാളുടെ തന്മാത്ര പോലും ഒരു തവണ കണ്ടിട്ട് തന്നെ മനുഷ്യന് അതിൻ്റെ ഹാങ് ഓവർ മാറാൻ ഒരുപാട് കാലം എടുക്കും. ആകെ ഞാൻ ജീവിതത്തിൽ ആ പടം ഒറ്റ തവണ കണ്ടിട്ടുണ്ട്. അത് ഒറ്റ തവണ തന്നെ കാണാനും പറ്റും. ഇതാണെങ്കിൽ അതിൻ്റെ ഡബിള് ഒരു സാധനം. ഡബിളെന്നൊന്നും പറഞ്ഞാൽ പോരാ, മനുഷ്യനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ പണ്ടും എല്ലാവരും പറയാം, ചില സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഭയങ്കര ഓവർ ആക്ടിങ് ആണ്, മറ്റേതാണ് മനസ്സിലാണ്. ഇതിലും അങ്ങനെ ആയിരുന്നു. ഒരു കറക്റ്റ് സ്കെയിലിൽ നിന്ന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് കയ്യിൽ നിന്ന് പോകേണ്ട അവസ്ഥയാണ്. പക്ഷേ ഇനിയിപ്പോൾ പൃഥ്വിരാജിൻ്റെ അഭിനയത്തിനെ പറ്റിയിട്ടൊന്നും ആരും സംശയം പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പൃഥ്വിരാജിനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ മാറി കിട്ടിയിട്ടുണ്ടാകും മിക്കവാറുമില്ല. സ്റ്റേറ്റ് അവാർഡിനെ പറ്റിയൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം സ്റ്റേറ്റ് അവാർഡ് എന്നുള്ളൊരു ലക്ഷ്യമൊന്നും ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് ചെയ്ത സിനിമയാണെന്ന് എന്തായാലും കണ്ടിട്ട് തോന്നുന്നില്ല. നമുക്ക് നാഷണൽ മുതൽ സംസാരിച്ച് തുടങ്ങാം. നാഷണൽ അവാർഡ് കിട്ടുമോ കിട്ടില്ലയോ, പിന്നെ അതിൻ്റെ മുകളിലോട്ടുള്ള ചർച്ചകൾ മതി. താഴെയുള്ള കാര്യങ്ങളൊന്നും സ്റ്റേറ്റ് അവാർഡ് കിട്ടുമോ, ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് കിട്ടുമോ എന്നൊന്നും സംസാരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഒരു വല്ലാത്ത എക്സ്പീരിയൻസാണ് അത് കാണാൻ.